ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിച്ചൂട്ടിയല്ല ഇതാ നിന്ന നിപ്പില് വീട്ടിലിടുന്ന ഡ്രസ്സ് കൂട്ടിട്ട് ഒന്ന് പഞ്ചായത്ത് വരെ പോകുമെന്ന്. പഞ്ചായത്തിന്റെ അപ്പുറത്ത് വരെ ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്കിന്ന്. അപ്പൊ ആ ഗസ്റ്റിനെ കൂട്ടാൻ വേണ്ടിട്ട് പോവുന്നേ. ഏട്ടനും ഞാനും നിച്ചൂട്ടിയും കൂടിയാണ് പോകുന്നത് കേട്ടാ. വണ്ടിന്ന് പുറത്തിറങ്ങൂല, അതാണ് ഈ ഡ്രസ്സിൽ തന്നെ ഇറങ്ങിയത്. അപ്പൊ ആരാന്ന് വരുന്നേന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ പെണ്ണിന് ചിരിക്കുന്ന ഇത്ര സന്തോഷം എന്തിനാന്ന്. നമ്മുടെ ഗസ്റ്റുകൾ ഇതാ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വാവ്, സുകുമാരികളെ. 1 2. ഓ, മാളു ചേച്ചിനോട് ഉറങ്ങണീച്ചാട് ഉടനെയൊന്നല്ല. ഓ 4 ആൾറെഡി. എത്ര സമയായി കാത്തു നിക്കുന്ന നിച്ചു ചേച്ചി, എത്ര സമയായി കാത്തു. നിച്ചുവിനൊന്നും ഉറക്കൊന്നല്ല, രാത്രി ഉറക്കുണ്ടോ നിച്ചുവിന്? മാ ചേച്ചിനെ കൂട്ടാൻ. ചേച്ചിക്ക് ഉറക്കുണ്ടാവാ. ചേച്ചി ഉറക്കം വരുന്നില്ല, എന്നാക്കണ്ട്. നിച്ചോ, മാൽച്ചേച്ചി എന്നാ? മാൽച്ചേച്ചിനെ കിട്ടിയാ? നോക്കുന്നു ചളിയായതാ. ഓ, ചളി മുള്ളന സാരല്ല. ഓ എന്നോട് പറയുന്ന ഇപ്പൊ അംഗൻവാടി പോണെന്ന്. മാളു ചേച്ചി എത്ര നാളായി അറിയാം വരാൻ നിക്കുന്നല്ലോ മാളു ചേച്ചി. അപ്പോഴേക്ക് അല്ല ആർക്കും തിരക്ക്. ഫൈനലി മാളു ചേച്ചി നിച്ചൂട്ടിയും കണ്ടുമുട്ടി. അല്ലിച്ചു, ഒരു ഉമ്മ കൊടുത്ത മാളു ചേച്ചിക്ക്, ഒരു ഉമ്മ കൊടുത്തേച്ചു, ഒരു ഉമ്മ. പൊന്നേട്ടാ എന്തുണ്ട് ഹൈസ്കൂളിലായിട്ട്? ഉഷാറിനാ? പുതിയ സ്കൂളിൽ പോണ്ടേന്? അല്ല മനസ്സ് സെറ്റായാ? ബാഗും കൂടെയല്ലോ നാളെ പോണം. മേടിക്കാൻ പോണോ? സെറ്റ്. ട്യൂഷൻ തുടങ്ങിയില്ലേ? തുടങ്ങി. വീഴും വീഴും. ഓ, ഇവിടെ കളി തുടങ്ങിട്ടാ പിള്ളേർക്ക്. മാളു നിച്ചു ഇതാ സന്തോഷം കൊണ്ടൊന്നും പറയണ്ട. തോണി റെഡിയാ? വേണ്ട, പൊന്നോട്ട് എടുക്കൂല, അടിക്കണ്ട. വാ, ആ ഒരിക്കലും കൂടെ മടക്കണം, എന്നാ വൃത്തി നിൽക്കും. ഞാൻ അത് കഴിഞ്ഞല്ലോ അടിച്ചിനി. പണ്ട് നമ്മ ഇത്രയും ആക്കല്ലോ, ഒന്നും കൂടെ മടക്കി തുറന്നാല് വൃത്തി ടൈറ്റ് ആയി നിൽക്കും. മോളെ ഇങ്ങോട്ട് വാമ എടുക്കവാ. വാ, ഞാൻ ചളിയുണ്ട്, നിലത്ത് വെള്ളം ഉണ്ടോ? മാളു ചേച്ചി വെള്ളത്തില് കുളത്തില് തോണി വിടുന്നാണ്ടോ. അങ്ങനെ ഉന്തി വിട്. ആ, പോയി തോണി പോയി. വെള്ളത്തിൽ മുക്കണ്ട, കൈ മുക്കണ്ട. തോണി കണ്ടേച്ചോട്ടെ, തോണി ഒഴുകുന്നുണ്ടാ? സന്തോഷായ? വെള്ളം തൊടണ്ട മോളെ, കൂത്താടിയെല്ലാം ഉണ്ടാവും. പിള്ളേരുടെ സന്തോഷം ഒന്നും പറയണ്ട കേട്ടോ. അവർക്ക് ഇങ്ങനെ സ്വർഗം കിട്ടിയ ഫീലാന്ന്. മാളു ചേച്ചിക്കും നിച്ചൂട്ടിക്കും മെയിനായിട്ട്. കുറേ നാൾ സ്കൂൾ പൂട്ടിയ സമയം മുതലുണ്ട് രണ്ടാളും ഒന്ന് കണ്ട് ഒപ്പരം കളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. നിച്ചൂട്ടി ഇപ്പം കുറച്ചും കൂടെ വലുതായല്ല, അതുകൊണ്ട് അവർക്കിപ്പോൾ കളിക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഓരോരോ കളി, നമുക്ക് എന്താ കളിക്കേണ്ടത്, ഇനി എന്താ കളിക്കേണ്ടതെന്നെല്ലാം പ്ലാൻ ചെയ്യുമോ. പിള്ളേർ ജോറ് കളിയാണേ. അപ്പൊ ഞാൻ ഇതാ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഏച്ചിയും ഉണ്ട്. നമ്മൾ രണ്ടാളും കൂടെ ഒന്ന് ഹോമിയോ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏച്ചിയുടെ ചെറുന്ന് ഹോമിയോലാന്ന് പണ്ടേ കാണിക്കുന്നുണ്ടായി. അപ്പൊ ഗുളിക കഴിഞ്ഞു. അപ്പൊ ഏട്ടൻ വൈകുന്നേരം ഇവരെ കൂട്ടാൻ വരുവേ. ഏട്ടനെ കാണാത്തോണ്ട് നിങ്ങൾ നോക്കുന്നുണ്ടാവും ചിലപ്പം. ഏട്ടന് കണ്ണൂർ ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അവര് പോകുമ്പോ ഇവരെ പകുതി വഴിക്ക് ഇറക്കിയതാണ് കേട്ടാ. തിരിച്ചു വരുമ്പോൾ കൂട്ടാൻ വരും. അപ്പൊ ലേറ്റ് ആയ പിന്നെ ഇവർക്ക് പോകുമ്പോൾ ഹോമിയോ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏച്ചി പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടെ വേഗം ഒന്ന് പോയിച്ച് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നെയാണ്. ബാ, വന്നോ? അപ്പൊ ഇതാ നമ്മൾ റെഡി ആയി പോവാ. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ ഇപ്പൊ വരും. എന്നിട്ട് നമ്മൾ വേഗം പോയിട്ട് വരാം. പിള്ളേർ ആരും കൂട്ടുന്നില്ല, അവര് ജോറ് കളിയാന്ന്. ഫോട്ടോ, അവളൊരു ഫോട്ടോ എടുത്തോളട്ടെ. ചില ദിവസത്തിൽ ഹോമിയോയിൽ ഭയങ്കര തിരക്കുണ്ടാവലുണ്ട്. ഇനി ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ സ്ഥിരം പണ്ടേ കാണിക്കുന്ന ഹോമിയോ ആണ്. ഞാൻ ഡോക്ടറെ വീട്ടിലാന്ന് പോലെ, അപ്പോൾ അവിടെ തിരക്കില്ലാണ്ട് കാണിക്കാൻ പറ്റലുണ്ട്. ഇവർ മിക്കവാറും അവിടെ ക്ലിനിക്കിൽ പോയിട്ടാണ് കാണിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലിനിക്കിൽ തന്നെ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മ ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞിട്ട് ഹോമിയോയിൽ പോയിട്ട് വന്നേ. 3-4 ആളെ ഉണ്ടായിട്ട്, പക്ഷെ കുറച്ച് സമയം എടുത്തിന്. പിന്നെ നമ്മൾ അശ്വസിക്കേണ്ട ഓട്ടോയിൽ പോയോണ്ട് അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ തിരിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു. അതുകൊണ്ട്
ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഈ പിള്ളേരാക്കുന്നുണ്ട്. എല്ലാരും സൈഡായിട്ടാ. ഹോമിയോ പോയിട്ട് വരുമ്പോ സൈഡായിട്ട് ഒരാളിത് ഇവിടെ ഉണ്ട്. ചോറുണ്ടേ? എന്നാന്ന് ബ്രേസ്ലെറ്റാ. അപ്പൊ ഇനി ചോറുണ്ടാണ്ട പരിപാടികൾ നോക്കട്ടെ. സമയം 12:30 ആവുന്നതേ ഉള്ളൂ. ഈ പിള്ളേർ തന്നെ വർത്താനം പറയാൻ വിടുന്നില്ല. 1 മണിയെല്ലാം ആകുമ്പോഴേക്ക് ചോറുണ്ടണം. മീൻ ഫ്രൈ ആക്കാനാണ്. അത്ര ഫ്രൈ ആക്കട്ടെ. മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ഇന്ന് മഴ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെയ്യുന്നില്ല. ഇങ്ങനെ സ്പ്രേ പോലെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും തക്കടും പോയിട്ടില്ല കേട്ടോ. അവർ ഇവിടെ തന്നെ ഉണ്ട് അത്രേ. ഇന്ന് രാവിലെ അവർ പെരളശ്ശേരി അമ്പലത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ അന്ന് പോയിട്ടുണ്ടായിട്ടേ പെരളശ്ശേരി അമ്പലത്തിൽ. അവിടെ പോയിട്ടുണ്ടായിനി. അപ്പുറത്തുനിന്ന് തക്കടും അമ്മയും അനിയന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ പോയിട്ട് ഇപ്പോൾ തിരിച്ച് വരലായി. ഉച്ചയാകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു അടിപൊളി ഫീലാവും. ഉച്ചയാകുമ്പോഴേക്ക് തക്കടുമായിട്ടനും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അതുകൊണ്ട് പിള്ളേരെല്ലാവരും കണ്ട സന്തോഷത്തിലാണ്. എല്ലാവരും കൂടെ കണ്ടിച്ച് കുറേ ആയി. ചേച്ചിയും പിള്ളേരും വരുമ്പം തക്കടും ഏട്ടനും ഉണ്ടാവില്ല. അവർ വരുമ്പോൾ ഇവരും കാണില്ല. അങ്ങനെ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ട് കുറേ ആയി. മാളും പൊന്നുമെല്ലാം നല്ലോണം വലുതായി എന്നെല്ലാം പറയുന്നു തക്കടു. നിച്ചുട്ടി അവിടെ കുതിരയിൽ ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോഴേക്ക് ചേച്ചി അനിയത്തിയും കൂടെ നല്ല ഉറക്കാന്ന് കേട്ടോ. ഞാനും ചേച്ചിയും കിടന്നതാണ്. അപ്പോൾ ഇവർ രണ്ടാളും വന്ന് കിടന്ന് ലാസ്റ്റ് നമ്മൾ രണ്ടാളും എണീച്ച് ഈ കുഞ്ഞ് ചേച്ചി അനിയത്തിയും കൂടെ നല്ല ഉറക്കം. കുളിയെല്ലാം കഴിഞ്ഞു വൈകുന്നേരം. അപ്പൊ ഏട്ടൻ ഇന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുമ്പോ ഏച്ചിയും പൊന്നിനും കൂട്ടിയിട്ട് പോവും. മാളൂട്ടി ഇവിടെ നിൽക്കും കുറച്ച് ദിവസം എന്ന് പറഞ്ഞിട്ടാണ് പ്ലാനിലാണ് ഉണ്ടായേ. അപ്പൊ ഏട്ടൻ ഇതുവരെയായിട്ടും വന്നിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല. ലേറ്റ് ആവുത്താൻ. അപ്പൊ എന്തായാലും പോകാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാശി പിടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം കൊണ്ട് സന്തോഷമായി. ഇന്ന് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ദിവസം അവർ മെയിനായിട്ട് ചേച്ചി ഇന്ന് വരാൻ കാരണം അതായിട്ടും തക്കടും എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അവരെ കണ്ടിട്ടും കുറേ ആയി. അതുകൊണ്ട് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ രാത്രിത്തെ കുക്കിംഗ് എല്ലാവരും കൂടെ ചടപടാ ചെയ്യാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ. ഉച്ചക്കേക്കുള്ള ഫുഡ് അങ്ങനെ ആക്കിയല്ലോ. അപ്പോൾ രാത്രി എന്താ ഉണ്ടാക്കേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുമോ എല്ലാവരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവർ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കുന്നതെന്നുള്ള തീരുമാനം ആയപ്പോഴേക്ക് പെട്ടെന്ന് രാത്രിയൊക്കെയുള്ള ഫുഡ് ആക്കേണ്ട പരിപാടിയിലാണ്. പെട്ടെന്ന് തന്നെ ഏട്ടൻ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുവന്നു. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ പെട്ടെന്നായല്ലോ വീണ്ടും ചോറും കറിയെല്ലാം ആക്കുന്നതിന് പകരം. അപ്പോൾ ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടുന്നുണ്ട്. അമ്മയും തക്കൂടും കൂടെ വെളുത്തുള്ളി എല്ലാം നേരെയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്ത് പിടിച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് അരമണിക്കൂർ കൊണ്ട് പണി തീരുമല്ലോ. ചേച്ചി അവിടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ചെറുപടേന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്. ചിക്കൻ നല്ല വറുത്തരച്ച തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ ആക്കുന്നത്. നെയ്ച്ചോറിന് അതായിരിക്കുമല്ലോ നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ആക്കുന്നുണ്ട്. തക്കടും അവിടെ നിന്ന് നെയ്ച്ചോറ് ആക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ അമ്മ കുറച്ച് മുരിങ്ങയില നേരെയാക്കിയിട്ടുണ്ടായിന്. ഏതായാലും പ്രൊമോട്ടിന് ചോറാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ചോറ് ഉച്ചക്കത്തെ ബാക്കിയുണ്ട്. അത് പ്രൊമോട്ടിന് കഴിക്കാമല്ലോ. കറിയും ഉണ്ട്. പിന്നെ മുരിങ്ങയിലയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് ആക്കിയിട്ടുണ്ടായിനി. അതും അതിൻ്റെ ഇടയിൽ സെറ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും തക്കടും ഇങ്ങനെ എന്തെല്ലോ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പണിയെല്ലാം എടുക്കുന്നത്. നമ്മളിപ്പം ഇടക്കിടക്ക് മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് വരുമ്പം കുറേ നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ബന്ധുക്കളെ കാര്യങ്ങളും എല്ലാം കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഗോസിപ്പെല്ലാം പറയാനുണ്ടാവില്ലേ. അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പണിയെടുക്കുന്ന സമയത്തെല്ലാം അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുക. പിന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയും കേട്ടോ. എപ്പം വന്നാലും നമ്മൾ ബെഡിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറയും. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഒരു ഫൈനൽ ടച്ചപ്പ് നോക്കുവന്ന്. നെയ്ച്ചോറ് തക്കടും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഫ്രൈ ആക്കാനുണ്ട് അത്ര കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ എന്നില്ല, പിള്ളേർക്ക് മാത്രം വേണ്ടിട്ട് കുറച്ച് മാറ്റി വെച്ചാണ്. എനിക്ക് മാത്രം വീഡിയോ എടുക്കുമ്പോ എനക്ക് മാത്രം പറയുന്നില്ലേ. പിള്ളേരെന്ന് ഉദ്ദേശിച്ച കുഞ്ഞു പിള്ളേർ ഞാൻ ചെറിയ കുഞ്ഞി. അതുകൊണ്ട് ഇനിയിപ്പം ആയി കുറച്ച് കഴിയുമ്പോ ഫുഡ് കഴിക്കണം. പ്രൊമോട്ട് വന്നോട്ടെ. കുറച്ച് നേരത്തെ എത്തി. എല്ലാരും കൂടെ ഫുഡ് കഴിക്കണം. ഏട്ടാ എന്തിന്റെ വിശേഷം? അത്ര സൂപ്പർ വേണ്ട. ഇങ്ങനെ ഉണ്ടാവും മാച്ചിങ് ആക്കിയതാ. പൊലച്ചക്ക് പോവാനാ പണിക്കാറുള്ളതുകൊണ്ട്. അങ്ങനെ ഏട്ടൻ വന്ന് കുളിയെല്ലാം കഴിയുമ്പോഴേക്ക് ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ആയിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട്, സാലഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ ചോറുണ്ട് കുറച്ച്, പിന്നെ ചിക്കൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈ ആക്കിയിട്ടുണ്ട്, പിന്നെ ഉച്ചക്കത്തെ വറവും കറിയും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അച്ഛനും അമ്മയും ഓൾറെഡി കഴിച്ചു. ബാക്കി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അഗേട്ടൻ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് കഴിക്കും. ബാക്കി തക്കടും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് അടുത്ത ദിവസമാണ് കേട്ടോ. ഇന്നലെ രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്ന്. പക്ഷെ മാളൂട്ടി നിന്നിട്ടില്ല കേട്ടോ. മാളൂട്ടി അവരുടെ കൂടെ തന്നെ രാവിലെ പോയി. രാത്രി ആകുമ്പോൾ കിടന്നു. ഞാൻ്റെ നിച്ചൂട്ടി മാളും നമ്മൾ മൂന്നാളും കൂടെ ബെഡിൽ കിടന്നു. അവർ രാവിലെ
പൊളിച്ച് 6 മണിയാകുമ്പോൾ അവർക്ക് പോകണം. അവിടെ പണിക്കാരെല്ലാം വരുന്നോണ്ട് അവരെല്ലാം വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞു. അപ്പൊ മാളൂട്ടിക്ക് ഉറക്കം ഡിസ്റ്റർബ് ആവുന്നതുകൊണ്ട് എന്റെ കൂടെ കിടന്നേ, ഏട്ടൻ അപ്പുറത്ത് കിടന്ന്, നമ്മൾ 3 ആളും ഉള്ളതുകൊണ്ട്. കുറച്ച് കഴിയുമ്പോൾ പറയുന്ന ആന്റി എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് അമ്മേന്റെ അടുത്ത് പോകണം മേലേക്ക് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നേ ഇല്ല. എന്നിട്ട് മേലെ കൊണ്ടാക്കി. അപ്പൊ മനസ്സിലായി അമ്മേനെ കാണാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. പാവം ടെൻഷൻ ആയിട്ടുണ്ടാവും. നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ എവിടെയെങ്കിലും ബന്ധു വീട്ടിലെല്ലാം നിൽക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവില്ല. അവിടെ എനിക്കത് വേഗം മനസ്സിലായി. അപ്പൊ മാളൂട്ടി പറഞ്ഞു രാത്രി ആകുമ്പോ എനിക്ക് അമ്മേനെ കാണാണ്ട് നിൽക്കാൻ പറ്റൂല അതെല്ലാം പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു അങ്ങനെ നിർത്തണ്ട, അടുത്തുമല്ലല്ലോ, പെട്ടെന്ന് സങ്കടമെല്ലാം കാര്യമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടാക്കാനും പറ്റില്ലല്ലോ, നമുക്ക് കുറച്ചും കൂടെ വലുതാവട്ടെ എന്നിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് നിന്നിട്ടില്ല കേട്ടാ. നിച്ചൂട്ടി കൊതിച്ച് നിന്നാന്ന് മാളു ചേച്ചിയുടെ ഒപ്പം കളിക്കാനും പാർക്ക് പോവാനും മാളിൽ പോവാനും എല്ലാം. പക്ഷെ പറ്റിയിട്ടില്ല. മാളൂട്ടി പോയി. രാവിലെ പോയിട്ട് അവര് 6 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിനി. നിച്ചൂട്ടിയുടെ ജോറ് കളിയാന്നേ. ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരണം പോലും, അതിനാണ് കാത്തു നിൽക്കുന്ന ആള്. ഐപാഡാ കാണിച്ചു കൊടുത്താട്ടെ കണ്ണൻ എഴുതിയിട്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന്. നല്ല ക്വാളിറ്റി ഉണ്ടായിട്ടോ. 100 എത്രയോ പൈസ ഉണ്ടായിട്ടു, 120 130 അങ്ങനെ എങ്ങാണ്ടേ ഉണ്ടായിട്ടു. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര നിൽക്കും എന്നുള്ളത്. പിള്ളേർക്കെല്ലാം വട്ടം വരച്ചോ. എന്നാ വരക്കുന്നത്? വട്ടം വരക്കും. എങ്ങനെ വട്ടം വരക്കോ നോക്കട്ടെ അമ്മ. Wow, good girl. എന്നാടാ വട്ടം വരച്ചിട്ട് അത് ലെഗ് ചിക്കൻ പോലെ ആയ. കറക്റ്റ് ഇട്ടാ പറയും പോലെ ലെഗ് ചിക്കൻ പോലെ ഉണ്ടല്ലേ കണ്ണേ. ഒന്ന് എഴുതി കാണിച്ചു കൊടുത്തേ എന്റെ പൊന്ന്. കുഞ്ഞു ഒന്ന് എഴുതി കാണിച്ചു കൊടുത്തേ. ഒന്ന് ചെറുങ്ങനെ ഒന്ന്. യെസ്, വെരി ഗുഡ് കണ്ണേ. മുഖം കാണിച്ചു കൊടുത്ത് അതെല്ലാം കാണിച്ചു കൊടുത്തു. അല്ല മോളെ മുഖത്ത് കണ്ട ഒരു വര മാന്തിയിട്ട് ഇതില് കാണുന്നില്ല. ഇപ്പം നിച്ചൂട്ടി എന്തോ എടുത്ത് കളിച്ചിട്ട് മുഖത്ത് ഇങ്ങനെ ഒളിയുന്നുണ്ട്. ഇപ്പൊ പോയി വാവേ, കാണുന്നില്ല. ഇപ്പൊ പോയി ഒളിയുന്നില്ല കണ്ണാ, പോയി കണ്ട അമ്മ പറക്കി കളഞ്ഞ്. അത് മോള് മാന്തിയത് രാത്രി ഉറക്കത്തില് മാന്തിയത്. എന്നിട്ട് പറഞ്ഞ എന്നെ അമ്മയും അച്ഛയും മാന്തിയതാന്ന് തോന്നുന്നു. കൊതു എങ്ങാനും കടിച്ചിട്ട് മാന്തിയതാന്ന് നീച്ചൂട്ടി. ഓ അമ്മയും നിച്ചു മാച്ചിങ് ആണല്ലോ, അത് പറയാൻ മറന്നു അല്ലേ വാവേ? അല്ലേടാ മോള് എഴുതി കളിച്ചോട്ടോ, എഴുതി പഠിച്ചോ. ഇത് ശരിക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം 1ാം ക്ലാസ്സിൽ ചെറിയ കുട്ടികൾക്കെല്ലാം നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതിൽ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഐപാഡ് അല്ലെങ്കിൽ ടാബ് പോലെ ഉണ്ടല്ലോ, അതിനൊരു പെന്നും ഉണ്ട്. ലിങ്ക് സപ്പോർട്ട് ചെയ്യില്ല തോന്നുന്നുണ്ട് ഇപ്പൊ കമന്റിൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ ലിങ്ക്. ഇത് മേടിച്ചതിന്റെ മീഷോയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കാണും. നല്ലൊരു ഇതായിട്ട് തോന്നി. ഇപ്പൊ ഒരു 2-3 മാസം അയനിച്ചു, 3 മാസത്തിലല്ല അധികം അയനിച്ചിന് മേടിച്ചിട്ട്. ഇപ്പം കേടാവാതെ നിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട്, അത് ഓഫാക്കി ചെയ്താൽ മതി, എന്നാലും ബാറ്ററി ഇറങ്ങി പോകുന്നില്ലല്ലോ. ഇതെങ്ങനെ വായിക്കോ കണ്ണാ? അവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ടല്ലേ. ഡിലീറ്റ് ബട്ടൺ ഞെക്കിച്ച് വായിക്കാം അല്ലേ. ഇതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിങ്ങനെ ഓണും ഓഫും ആക്കി വെക്കാം നമുക്ക്. നല്ല സാധനമാണ്. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. I love you പറ. I love you.